ഹലോ എൻ്റെ മക്കളെ, നിങ്ങൾ ഇതൊക്കെ ഉണ്ടോ? ഇതെവിടെയാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ആർക്കെല്ലാം അറിയോ? ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ശംഖുമുഖം. വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടോ മീനുകൾ, ഒത്തിരി മീനുകൾ. നല്ല വിലക്കുറവാണ് കേട്ടോ, വിലക്കുറവാണ്, നല്ല വിലക്കുറവാണ്. കടലിൽ നിന്ന് പിടിച്ചതാണ് ഇപ്പം കയറ്റി വലയിൽ നിന്ന് എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. അയിലയാണ് കൂടുതലുള്ളത് കേട്ടോ. അയില മീനാണ്, എല്ലാവരുടെ അടുത്തും അയില മീനാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ എന്താ നല്ലൊരു കാഴ്ചയാണ് കണ്ടോ, വല നിറച്ച് മീൻ. ആ വല നിറച്ച് മീൻ കണ്ടോ, മീൻ പറക്കി അങ്ങ് ഇടുകയാണ്. ഈ മീനൊക്കെ നല്ല വില കുറവാട്ടോ. കടൽ കിടക്കുന്നുണ്ടോ, കടൽ കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുറേ അങ്ങ് താഴെ ഇറങ്ങി. ഒരു മാസത്തിന് മുന്നേ വരെ നമ്മൾ ഇതിൽ വരുമ്പോഴത്തേനും കടലിങ്ങ് കയറി കര കയറി ഇങ്ങ് കിടക്കുമായിരുന്നു. ഇപ്പം കടലിറങ്ങി തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാണ്ടോ ഏതോ ഒരു ബംഗാളിയാണെന്ന് തോന്നണം, അവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ നോക്കിയേ, അങ്ങ് പോകണം, നമുക്ക് അത്രയും ദൂരം നമ്മൾ നടന്നു പോകണം. നമ്മളിത് ഇവിടെ വണ്ടി ഇട്ടത്, കാരണം നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് അനുവാദം ഇല്ല പറഞ്ഞു വണ്ടി കൊണ്ട്. ഇതാണ്ടോ വള്ളങ്ങളിരിക്കുന്നതാണ്ടോ, ചെറുകിട മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ വള്ളങ്ങൾ കണ്ടോ. അതിനിടയിലൊരു ഹിന്ദിക്കാരൻ, ഹായ് എൻ്റെ അമ്മോ, എന്നെ എല്ലാവരും കണ്ടില്ലേ? പോയി, ഞാൻ എന്താ വന്നിട്ട് പോയി കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നല്ല രസമാട്ടോ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതാ വീണ്ടും ഞാൻ വന്ന്, എനിക്ക് വയ്യ കണ്ടോ, വീണ്ടും ഞാൻ വന്നു. നമുക്ക് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. നല്ല കോഫി കുടിക്കാനും അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു നല്ല റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇതുപോലെ നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വൈകുന്നേരം ഇത് കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ നല്ല ഫിഷ് സ്പാ ഉണ്ടെന്ന് പറയണ കേട്ടോ. അതായത് മീനുകൾ സ്പാ ചെയ്യുന്ന മീനുകളെ കൊണ്ട് നമ്മുടെ കാലിൽ സ്പാ മസാജ് ചെയ്യുന്ന, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അത് നമ്മളിവിടെ കണ്ടു, എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് പോകാൻ നേരത്തിന് നമ്മളത് ചെയ്യാമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഷൂ ഒക്കെ ഇനി ഊരി, ഇനി മണലൊക്കെ ആയി അതൊരു ബുദ്ധിമുട്ട് നമുക്ക്. അതുകൊണ്ട് പോകാൻ നേരത്തിന് നമ്മളതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. ഇവിടെയൊക്കെ ഹിന്ദിക്കാരാട്ടോ. ഈ പൊട്ടാസ് ഉണ്ടല്ലോ, പൊട്ടാസ് മീൻസ് ഈ നമ്മളിങ്ങനെ ചെറിയ പടക്കം തറയിൽ എറിയുമ്പോഴത്തേനും സൗണ്ട് കേൾക്കുന്ന പിള്ളേർ സെറ്റുകളാണ് അത് വിൽക്കുന്നത് കേട്ടോ. കുഞ്ഞു പിള്ളേരാണ് അത് വിൽക്കുന്നത്. പിന്നെ ഇവിടെ കുതിര സവാരി ഉണ്ട്. ഒരു റൗണ്ട് കറങ്ങുന്നതിന് കണ്ടോ, കുതിര കണ്ടോ, ഒരു റൗണ്ട് കറങ്ങുന്നതിന് 100 രൂപ എന്നാ ചേട്ടൻ പറഞ്ഞു. പിന്നെ എനിക്ക് കുതിര കയറാൻ പേടിയായിട്ട് ഞാൻ കയറിയില്ല. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ പോയി. അപ്പോഴത്തേനും ഒരു ചേട്ടൻ ഇങ്ങനെ പക്ഷിശാസ്ത്രം, ആ ചേട്ടൻ ഇങ്ങനെ ഒരു തത്തയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് ചേട്ടൻ പറയുന്നുണ്ട്, വന്നാൽ മതി, ഫുള്ള് കാര്യവും ഭാവി കാര്യം ഫുള്ള് ഇതാണ്ടോ, ഭാവി കാര്യം ഫുള്ള് പറയാമെന്ന് ഈ ചേട്ടൻ പറയുന്നു. ചേട്ടൻ്റെ ഭാവി എന്താകുമെന്ന് ചേട്ടന് എന്നെ അറിയില്ല. അപ്പോഴാണ് ചേട്ടൻ നമ്മളെ അടുത്ത് അങ്ങനെ പറയുന്നത്. അതുണ്ടോ ഇവിടെയൊക്കെ നമ്മളൊരു മാസത്തിന് മുന്നേക്ക് ഇവിടെ വരുമ്പോഴത്തേനും ആ കടൽ ഇങ്ങ് കയറി കിടക്കുകയായിരുന്നു. കാരണം ഇവിടെ അപ്പോഴീ ബോട്ടുകളോ വള്ളങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ കടലിറങ്ങിയപ്പോഴത്തേനും വീണ്ടും ബോട്ടുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാണ് എല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ആ ഒരു കാഴ്ച കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ, ആ ഒരു ഇത് കണ്ടോ, കടൽ നമ്മൾ കണ്ടില്ല. ഇതാണ്ടോ അടുത്ത് നമ്മളെ ചോളം, സ്വീറ്റ് കോണ്, പാനിപ്പൂരി എല്ലാം ഉണ്ട്. അപ്പോഴത്തേനും പിന്നെ നമ്മൾ വിചാരിച്ച് കോണൊന്ന് ട്രൈ ചെയ്യാം, കോണൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പാവൊരമ്മച്ചീൻ്റെ കടയിൽ കുറേ നേരം കൊണ്ട് അവരിങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്, ഓടി വായോ മക്കളെ, ആരെങ്കിലും ഓടി വായോ, 50 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ വന്ന് നോക്കി, നല്ല ബട്ടറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് പിന്നെ മസാല കൂട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് മിക്സ് ചെയ്ത് അവർ സംഭവം റെഡിയാക്കി സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കണം, എങ്ങനെയുണ്ടെന്ന് കഴിച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായം ഞാൻ പറയാം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം. പിന്നെ അതുപോലെ എല്ലാവരും ചുമ്മാ നിൽക്കുന്ന ഈ തിരുവനന്തപുരം ഭാഗത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വരണം കേട്ടോ. നമ്മളെ ഇവിടെ വന്ന് ഒന്ന് നോക്കണം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് സ്പാ, മീനുകൾ മസാജ് ചെയ്യുന്നത് കണ്ടോ. കാല് ഫുള്ള് മീനുകളാണ് കൊത്തി, എൻ്റെ കാല് ഫുള്ള് ഇതാക്കുന്നുണ്ടായി കണ്ടോ. ഇതാണ് സംഭവം. 60 രൂപയുള്ള കേട്ടോ, 60 രൂപയുള്ള 5 മിനിറ്റ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.